ഇഷ്ടം പെയ്യും നെഞ്ചേ മൂളുന്നുണ്ടോ കിന്നാരം നീയും ഞാനും കയ്യിൽ കയ്യും കോർത്തേ തെന്നൽ പോലെ ചുണ്ടത്തായി തൂമുത്തം ചാത്തുമ്പോൾ നാണത്തിൽ മുങ്ങുന്നാരോ മാനേ നിൻ കൺകോണിൽ തെന്നും മിന്നൽ വന്നെന്നെ തൊട്ടെന്തോ ചൊല്ലി മെല്ലി മൂവന്തി ചാന്തായി ഞാൻ മൂടാം നിന്നെ ആകാശത്താലോലം താരം പോൽ നീ മിന്നും നേരം നെഞ്ചേ നെഞ്ചേ ഇഷ്ടം പെയ്യും നെഞ്ചേ മൂളുന്നുണ്ടോ കിന്നാരം നീ മീട്ടും താരാട്ടിൽ തന്നെത്താനേ മൗനങ്ങൾ മാഞ്ഞില്ലേ ദൂരെ ദൂരെ ഇന്നോളം നാം പാടും പാട്ടും മാറി ഇനി എന്നും നാം ഒന്നായി എണ്ണിത്തീരാ സ്വപ്നം നീയാ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? നീ എന്റെ ഭാഗത്തൊന്നും കൂടെ ആലോചിച്ച് നോക്ക്. ഇത് പുതിയ ഏർപ്പാടാണല്ലോ. സ്പോഞ്ച് ഓട്ടായി പോട്ടാ. എന്തിട്ടോട്ടാ? ശോശകശം വാട്സാപ്പിലൊക്കെ വന്ന ഒരു ഫോട്ടോ. എപ്പോ നോക്കിയാലും ഒരു വാട്സാപ്പ് ഒരു കുത്താണ് വെച്ചോട്ടാ. എടാ ജോസേ, നീ ആ നിപ്പ് നോക്കി, ഒരു ചാകരയുടെ മണ്ണടിക്കുന്നുണ്ട്. എവിടുന്നോ പൈസ വരുന്നുണ്ട്. രമണൻ ശ്രീകാന്തൊക്കെ എന്റെ തലവട്ടം കണ്ടാ തെറി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാ. ഇന്നലെ ശ്രീകാന്ത് എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു, അതും മുസാമ്പി ജ്യൂസ് അല്ലേ? ആ, എന്തോ ചാകര മണക്കുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്താ കണക്കെഴുതിയേ. നമ്മുടെ സുദേശിയുടെ വാടക 30,000. സുദേശിക്ക് 30,000 അല്ലേ വാടക. വണ്ടിയുടെ ബുക്കും പേപ്പറും 22,000. 22,000. പെയിന്റ് കടയിലെ ചന്ദ്രന് 15,000. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് 15. പാലേരക്ക് കടയില് 3,500. പക്ഷെ ഇവൻ ഞാൻ പെയിന്റ് കടയിൽ ചെന്നപ്പോ ഒരു പൈന്റിന് പൈസ വെച്ചിട്ട് തന്നില്ല. നന്നായി. ചേറ്റ ചാന്ദ്രൻ. അത് പോട്ടെ, നീ നോക്ക്. ഇത് മാറ്റടോ. അത് ഇത്രയും കാലം രമണനായിരുന്നു. ഇപ്പൊ ഈ ചെറുക്കം കാരണം ഉറക്കം പോയി. എന്റെ അവസ്ഥ ഇപ്പൊ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. നമുക്കിവനെ കൊല്ലാൻ പറ്റും തോന്നുന്നുണ്ടോ? ഏറ്റവും ഇല്ലേ, പൈസ വാങ്ങി ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. എടോ ശ്രമിച്ചു നോക്കാടോ. അതെ, ഞാൻ കുറെ വിളിച്ചു. ആ ശ്രീകാന്തിന്റെ പൈസ കൊടുത്തൂല്ലേ? ചേട്ടൻ പറഞ്ഞു കുറേയൊക്കെ തീർത്തില്ലേ? ഇനിയിപ്പോ ഇങ്ങോട്ട് പോന്നൂടെ? അതെ, ഞാൻ കുറച്ച് തിരക്കില്ല. ഞാൻ നിന്നെ തിരികെ വിളിക്കാം. അതെ അതെ, ഒരു മിനിറ്റ്. ചോറ്റാനിക്കര അമ്മയ്ക്ക് 1 രൂപ ഒഴിഞ്ഞു വെക്കണേ. ആയിക്കോട്ടെ.
നല്ല നല്ല നമ്പർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പക്ഷെ അണക്ക് തരാൻ എനിക്കൊരു കുറ്റബോധ. പിന്നെ 30 ഉറുപ്പിക്ക് എവിടെ കിട്ടും ഇത്രയും പ്രതീക്ഷ? ഈ പ്രതീക്ഷയൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ കുറ്റബോധം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഏടാ അണക്ക് 2 കൊല്ലമായിട്ട് ഞാൻ ലോട്ടറി ആയിട്ടില്ലേ, അത് ആഴ്ചയിൽ 5 എണ്ണം വെച്ചിട്ട്, എന്നിട്ട് അണക്കാകെ 30 ഉറുപ്പിൽ അടിച്ചുള്ളൂ. അപ്പം എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ? മനസ്സാക്ഷിയിൽ ആർക്കും ഉണ്ടാവും കുറ്റബോധം. പക്ഷെ അണക്ക് വലുതെന്തോന്ന് വരാൻ നിർത്തണ്ട സൗഭാഗ്യ. എൻ്റെ മയിലുള്ള ആൾക്കാർ കാരണം ഞാൻ അങ്ങനെ ജീവിച്ചു പോണത്. ഒരു 100 രൂപ റീചാർജ് ചെയ്ത് വേട്ടെ. നമ്പർ എഴുതി സാറേ, സാറ് എടുക്കൂലെന്ന് എനിക്കറിയാം, എന്നാലും വെറുതെ ഒന്ന് പ്രതീക്ഷിക്കാമല്ലോ. ഒറ്റയൊന്ന് ഒരാൾക്കാരെ മനസ്സ് മാറാന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ സാറേ. 70 ലാസ്റ്റ് നമ്പർ. ആ അപ്പം അടിക്കൂ. ഓക്കെ, കയറിയിട്ടുണ്ട്. ശരി. സാറിന് വലുതായിട്ട് എന്തോന്ന് വരാണ്ട് കേട്ടോ. നമ്മളൊന്ന് മറക്കരുത് കേട്ടോ. സാറിനെ കണ്ടാറിയാ ബെസ്റ്റ് ടൈമാ. അങ്ങനെ ഒരാളും കൂടി രക്ഷപ്പെട്ട്. എനിക്ക് രക്ഷപ്പെടണോ? എന്തായി കൊള്ളാല്ലേ? കുഴപ്പമില്ല. പോളിടെക്നിക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണമെന്ന് വിചാരിച്ചാ, അതിപ്പോൾ ഇങ്ങനൊരു കാര്യത്തിനായി. അതുപോട്ടെ, 1 മാസത്തേക്ക് കാറായി. വാടക കൊടുത്ത 2 മാസത്തേക്കും കിട്ടും. ഇപ്പം അതല്ലല്ലോ വിഷയം. താൻ വണ്ടി എടുക്കുക. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും. അതെ. സ്റ്റെല്ല എന്തി വരുന്നുണ്ട്. ആണോ? എന്താ ലേറ്റ് ആയി? ലേറ്റ് ആയി. ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാ? കഷ്ടപ്പാടൊക്കെ ആണോ? രോഗികളൊക്കെ ഉണ്ടോ? സ്റ്റെല്ലയ്ക്ക് ഒരുങ്ങാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. വന്നല്ലോ. സ്റ്റെല്ലേ നീ മെല്ലെ വരൂ, സ്റ്റെല്ലേ നീ മെല്ലെ. സ്റ്റെല്ല ഒന്ന് സ്ലിം ആയിട്ടുണ്ടോ? പക്ഷെ ഇപ്പളാ ശരിക്കും ബ്യൂട്ടി ആയത് കേട്ടോ. കുട്ടിയും ബ്യൂട്ടിയാ. എന്താ നാളെ 2 തരാട്ടോ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിപ്പം അടുത്ത ആഴ്ച ആയാലും നമുക്കെന്താ പ്രശ്നം? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? എന്നാ ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ.